ശ്രീ സേനാപതി വേണു, എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? നേരത്തെ നിങ്ങൾ പറയുന്നുണ്ടായിരുന്നു ഇത് അഡ്ജസ്റ്റ്മെന്റ് ആണ്, സർക്കാരും ഗവർണറും തമ്മിലുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണെന്ന്. ഇപ്പോഴും ആ നിലപാട് തന്നെയാണോ? ആ പരിധി വിട്ടില്ലേ? അല്ല, ഇവിടെ മഞ്ജുഷ, ഇന്നത്തെ സംഭവ വികാസം അത് അത്യന്തം ലജ്ജാകരമെന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ദൗർഭാഗ്യകരമെന്നോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. അത്യന്തം ലജ്ജാകരമായ ഒരു സംഭവമാണ്. ഒരുപക്ഷെ ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. പല ഗവൺമെന്റുകളും ഗവർണർമാരുമായിട്ട് ഏറ്റുമുട്ടലുകൾ ഈ സമീപകാലത്തും ഒക്കെ നടന്നിട്ടുണ്ട്. ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ ഉപരാഷ്ട്രപതി അദ്ദേഹം ബംഗാൾ ഗവർണറായിരുന്ന കാലഘട്ടത്തിൽ മമതാ ബാനർജിയുടെ ഗവൺമെന്റുമായിട്ട് വലിയ ശക്തമായ ഏറ്റുമുട്ടലുകളൊക്കെ നടന്നിട്ടുണ്ട്. പക്ഷേ തമ്മിൽ കാണുമ്പോഴോ അല്ലെങ്കിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഏതെങ്കിലും ഒരു ചടങ്ങുകളിൽ എത്തുമ്പോഴോ മുഖം തിരിച്ചിരിക്കുകയോ അല്ലെങ്കിൽ കാണാതെ പോവുകയോ ചെയ്യുന്ന സംഭവം ഉണ്ടായിട്ടില്ല. ഇപ്പൊ ഗവർണറുമായിട്ട് ഏറ്റവും വലിയ ഏറ്റുമുട്ടൽ നടക്കുന്ന മറ്റൊരു സംസ്ഥാനം നമ്മുടെ തൊട്ടടുത്ത് ആർ എൻ രവി പഴയ കേരളത്തിലെ പോലീസ് SP ആയിരുന്നു. അതിൽ നിന്ന് മുകളിലേക്ക് പോയി പോലീസിന്റെ വിവിധ തലങ്ങളിൽ ജോലി ചെയ്ത് പിരിഞ്ഞ ആളാണ് ശ്രീ ആർ എൻ രവിയും ഇതിനേക്കാൾ ശക്തമായ ഏറ്റുമുട്ടൽ നടക്കുന്നുണ്ട് തമിഴ്നാട്ടിൽ. പക്ഷേ അവരാരും തങ്ങളിൽ കാണുമ്പോൾ മിണ്ടാതെയോ ഒന്നും ഇരിക്കുന്നില്ല. ഇവിടെ ഏറ്റവും കൗതുകകരമായ ഒരു കാര്യം, പഞ്ചാബ് ഗവർണറുമായിട്ട് ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ കേസ് വന്നപ്പോൾ അതിനോടനുബന്ധിച്ചാണ് കേരളത്തിലെ ഗവർണർക്കെതിരെയുള്ള പരാതി വന്നത്. അപ്പൊ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അടങ്ങിയ ബെഞ്ച് ഒരു കമന്റ് പറഞ്ഞു, ഒരു ചായ കുടിയിൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ കേരളത്തിലുള്ളത്. അപ്പോൾ പറഞ്ഞു, കേരളത്തിൽ ഇനി ചായക്ക് ലഭ്യത കുറവാണെങ്കിൽ തമാശയായിട്ട് പറഞ്ഞൊരു കാപ്പി കുടിയിൽ. ഞാൻ പറയുന്നു, ഇന്ന് സുപ്രീം കോടതി അത് എന്തർത്ഥത്തിലാണോ പറഞ്ഞത് ആ കാര്യം അതിന്റെ ഒരു പൂർണ്ണതയിൽ എത്തിക്കാൻ പറ്റുന്ന ഒരു ദിവസമായിരുന്നു ഇന്നത്തേത്. ഇവർക്ക് രണ്ടു പേർക്കും ഇവരുടെ ഈഗോയിസം കളഞ്ഞുകൊണ്ട് ഇതുവരെയുള്ള എല്ലാ പ്രശ്നങ്ങളെയും അവസാനിപ്പിക്കുന്നതിന് സുപ്രീം കോടതി പറഞ്ഞ ആ ഫോർമുല പ്രകാരം ഒരു ചായ കുടിച്ച് സന്തോഷത്തോടെ പിരിയാവുന്ന ഈ ദിവസം ഇത് ഇവിടെ ഉണ്ടായത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പൊ ഞാൻ രാഷ്ട്രീയക്കാരനേക്കാൾ ഉപരി ഞാനൊരു അഭിഭാഷകൻ എന്ന നിലയിൽ ഇതിനകത്ത് ചർച്ച ചെയ്യുമ്പോൾ ഇതിൻ്റെ അകത്ത് വേറൊരു ഒരു ഭരണഘടനാ പ്രശ്നമുണ്ട്. അതായത് ഒരു മന്ത്രിസഭയും മന്ത്രിമാരും തുടരുന്നത് വിത്ത് ദ പ്ലഷർ ഓഫ് ഗവർണറാണ്. ഗവർണറുടെ പ്ലഷർ എന്നുള്ളതിന്റെ അതിന്റെ മലയാള പദം എന്താണ് കൃത്യമായിട്ട് പറയുന്നതെന്ന് എനിക്കിപ്പോൾ അറിയത്തില്ല. കാരണം ഗവർണറുടെ സന്തോഷമോ സംതൃപ്തിയോ എന്തുമായിക്കൊള്ളട്ടെ, പക്ഷേ ഭരണഘടനയിൽ പറയുന്നത് വിത്ത് ദ പ്ലഷർ ഓഫ് ദ ഗവർണർ ആണ്. അതാണ് മന്ത്രിസഭ തുടരുന്നത്. ഇപ്പൊ അത് നഷ്ടപ്പെട്ടിരിക്കില്ല. അപ്പം ഈ മന്ത്രിസഭയ്ക്ക് ഇപ്പം സാങ്കേതികമായിട്ട് തുടരാൻ പറ്റുമോ എന്നുള്ള ഒരു നിയമപ്രശ്നം പോലും ഇവിടെ നിലനിൽക്കുക ആണ് എന്നുള്ളതാണ്. ഇനി ഭരണഘടനയുടെ 167 അനുച്ഛേദം ആർട്ടിക്കിൾ പറയുന്നത് ഈ ഗവർണർക്ക് വിവരം നൽകുക മുതലായ സംബന്ധിച്ച് മുഖ്യമന്ത്രിയുടെ കർത്തവ്യങ്ങൾ, അതായത് സംസ്ഥാനത്തിന്റെ കാര്യങ്ങളുടെ നിർവഹണത്തെയും നിയമനിർമ്മാണത്തിനുള്ള നിർദ്ദേശങ്ങളെയും സംബന്ധിച്ചുള്ള മന്ത്രിസഭയുടെ എല്ലാ തീരുമാനങ്ങളും സംസ്ഥാനത്തിന്റെ ഗവർണറെ അറിയിക്കണം. സംസ്ഥാനത്തിന്റെ കാര്യങ്ങളുടെ നിർവഹണത്തെയും നിയമനിർമ്മാണത്തിന്റെ നിർദ്ദേശങ്ങളെയും സംബന്ധിച്ച് ഗവർണർ ആവശ്യപ്പെടുന്ന വിവരങ്ങൾ നൽകുക. അപ്പൊ ഇവിടുത്തെ പ്രശ്നം എന്താ? ഇവര് തങ്ങളിൽ കണ്ടാൽ മിണ്ടത്തില്ലാത്ത ആളുകൾ, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നിൽക്കുന്ന ആളുകൾ. അപ്പൊ ഈ ഭരണഘടനാ പ്രകാരമായിട്ടുള്ള 167 അനുശാസിക്കുന്ന ആ ആർട്ടിക്കിളിൽ പറയുന്ന കാര്യങ്ങൾ അതൊന്നും ഇനിയിപ്പോ കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്നില്ല. അപ്പൊ ഇപ്പോ കേരളത്തിൽ ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത് ഒരു ഭരണഘടനാ പ്രകാരമായിട്ടുള്ള ഭരണപരമായ ഒരു സ്തംഭനം കൂടി ഈ കേരളത്തിൽ ഉണ്ടായിരിക്കുകയാണ്. അല്ല, ഈ ഭരണഘടനാ പ്രതിസന്ധി എന്ന് പറയുമ്പോൾ ഗവർണറാണ് ഈ ഭരണഘടനാ പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതാണല്ലോ സംസ്ഥാന സർക്കാരിന്റെ നിലപാട്. അതുകൊണ്ടാണ് രാഷ്ട്രപതിക്കും പ്രധാനമന്ത്രിക്കും സംസ്ഥാന സർക്കാർ കത്തയച്ചിരിക്കുന്നത് ഗവർണർക്കെതിരെ. ഇങ്ങനൊരു ഭരണഘടനാ പ്രതിസന്ധി ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നു. പ്രോട്ടോകോൾ ലംഘനം തുടർച്ചയായിട്ട് ഗവർണർ നടത്തുന്നു. ഗവർണർ പറയുന്നത് സംസ്ഥാനത്തെ ക്രമസമാധാനം തകർന്നു എന്നാണ്. അത് അദ്ദേഹം വരുത്തി തീർക്കുന്നതാണ് എന്ന് സംസ്ഥാന സർക്കാർ പറയുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം കോഴിക്കോട് നഗരത്തിൽ ഇറങ്ങി നടന്നത്, അദ്ദേഹത്തിന് സെക്യൂരിറ്റി വേണ്ട എന്ന് പറയുന്നത്, സമരം നടക്കുമ്പോൾ കാറിൽ നിന്ന് വെളിയിൽ ഇറങ്ങി വരുന്നത്. ഇതൊക്കെ സംസ്ഥാന സർക്കാരും പറയുന്നു. അപ്പോൾ ഇതില് രണ്ട് ഭാഗത്തും നിൽക്കാൻ ആളുകളുണ്ട്. ഇങ്ങനെ തർക്കിച്ച് എത്ര നാൾ മുന്നോട്ട് പോകുവാൻ കഴിയും? അത് തന്നെ ശ്രീ ഷാബു പ്രസാദിനെ പോലുള്ള ആളുകൾ ഇവിടെ ചൂണ്ടിക്കാണിച്ച ഒരു കാര്യമാണ്. ഇല്ലെങ്കിൽ ശ്രീ ഹരിദാസ് ഇവിടെ പറഞ്ഞ ഒരു കാര്യമാണ്. ഇവർ രണ്ടുപേരുടെയും ഈഗോയിസവും ഈ ചക്കളത്തി പോരാട്ടവും, ഇവരുടെ രണ്ടുപേരുടെയും ഒരു പ്രത്യേകത, ഒരാൾക്ക് പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ അടുത്തയാൾ സഹായത്തിന് വരും. പരസ്പരം പുറംചൊറിഞ്ഞുകൊണ്ടിരിക്കുന്ന രീതിയായിരുന്നു ഇവർ രണ്ടുപേരുടെയും. പക്ഷെ ഇപ്പോ അതിന്റെ എല്ലാ സീമകളെയും ലംഘിച്ചുകൊണ്ട് ഇവർക്ക് രണ്ടുപേർക്കും നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരു ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. സലിം മടവൂർ ഭംഗ്യന്തരാണ് ഞങ്ങളുടെ പാർട്ടിക്കിട്ട് ഒരു കുത്തു നടത്തി. അദ്ദേഹം ചോദിച്ചത്, ഞങ്ങൾ എന്തിനാണ് കരിങ്കൊടിയുമായിട്ട് സമരം ചെയ്തത്? സലിം മടവൂരെ, കേരളത്തിൽ ഞങ്ങൾ കരിങ്കൊടിയുമായിട്ട് സമരം ചെയ്ത ഒരാളും മുഖ്യമന്ത്രിയുടെ കാറിന് മുമ്പിലേക്ക് ഒരാളും എടുത്തു ചാടിയിട്ടില്ല. അത് ആലപ്പുഴയിൽ വന്നതിന് ശേഷമാണ്. അത് ഡിസംബർ മാസം 16-ാം തീയതിക്ക് ശേഷമാണ്. നവംബർ 18-ാം തീയതി ആരംഭിച്ച മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട ജാഥ
ആ ജാഥ 30 ദിവസം സഞ്ചരിക്കുന്നതിന് ഒരിടത്തും ഇടയ്ക്ക് ഞങ്ങൾ ഒരു കരിങ്കൊടിയുമായിട്ട് മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് മുമ്പിലേക്ക് ചാടിയിട്ടില്ല. അത് മുഖ്യമന്ത്രി ആവർത്തിച്ച് പറയുന്ന ഒരു ഗീബൽസൺ നുണയാണ്. ആ നുണയെ താങ്കളും ആവർത്തിക്കുന്നു. മുഖ്യമന്ത്രി പറഞ്ഞ മറ്റൊരു നുണയുണ്ട്. സതീശൻ വാ തുറന്നാൽ പറയുന്നു അടി അടി അടി. സതീശൻ ഒരിടത്തും അടി എന്ന് പറഞ്ഞില്ല. സതീശൻ പറഞ്ഞത് അടിച്ചാൽ തിരിച്ചടിക്കുമെന്നാണ് പറഞ്ഞത്. തിരിച്ചടിയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ മുഖ്യമന്ത്രി ഈ കാര്യം ഇങ്ങനെ നിരന്തരമായി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നമ്മുടെ വിഷയം അതല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങയോട് വിനീതമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം, കഴിഞ്ഞ 15-ാം തീയതി അർദ്ധരാത്രി ആയിട്ടില്ല, രാത്രിയുടെ 1-ാം പകുതിയിൽ മുഖ്യമന്ത്രി ഗവർണർ രാജ്ഭവനിൽ നിന്ന് അദ്ദേഹം എയർപോർട്ടിലേക്ക് പോവുകയാണ്. 3 സ്ഥലത്ത് വെച്ച് SFIയുടെ അദ്ദേഹത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ക്രിമിനൽ അല്ലെങ്കിൽ ആരുമായിക്കൊള്ളട്ടെ 3 സ്ഥലത്ത് വെച്ചാണ് അദ്ദേഹത്തിന്റെ വാഹനത്തിന്റെ മുമ്പിലേക്ക് ഇവർ എടുത്തു ചാടുന്നത്. ശ്രീ സലീം മടവൂരെ, ഞാൻ വിനീതമായിട്ട് ചോദിക്കുന്നു, ഇനി ഗവർണറും നിങ്ങളും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം എന്തുമാകട്ടെ, ഏത് രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസവുമാകട്ടെ, ഇന്ത്യൻ പീനൽ കോഡിൽ ഇപ്പൊ പീനൽ കോഡ് മാറാൻ പോവുകയാണ്. ഇന്ത്യൻ പീനൽ കോഡിൽ 124 എന്ന് പറയുന്ന ഇമ്മ്യൂണിറ്റി 3 ആളുകൾക്കേ ഉള്ളൂ. 1 രാഷ്ട്രപതി, 2 ഉപരാഷ്ട്രപതി, 3 ഗവർണർ. ആ ഗവർണർക്ക് ഇന്ത്യൻ ശിക്ഷാ നിയമം 1861 മെക്കാള പ്രഭു അത് എഴുതുന്ന കാലത്ത് അന്ന് കൊടുത്ത ഇമ്മ്യൂണിറ്റി അത് 150 കൊല്ലമായിട്ട് നിൽക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഗവർണർ എന്ന പദവി അത് മാനിക്കപ്പെടേണ്ട പദവിയാണ്. അദ്ദേഹത്തിന്റെ കാറിന്റെ മുമ്പിലേക്ക് ആത്മഹത്യാ സ്ക്വാഡ് പോലെ SFIക്കാരൻ എടുത്തു ചാടി. ഈ പ്രകോപനങ്ങളെല്ലാം കേരളത്തിൽ ഉണ്ടാക്കുന്നത് ഇത് 50% ഇതിന്റെ ഉത്തരവാദിത്വം കേരളത്തിന്റെ മുഖ്യമന്ത്രിയും 50%. ഇവർ രണ്ടുപേരും ഹോളി കൗസ് അല്ല, വിശുദ്ധ പശുക്കളല്ല. ഇവർ രണ്ടുപേരും ഈ കേരളത്തിന്റെ സമാധാന അന്തരീക്ഷത്തെ തകർക്കാൻ ആരാണ് മുന്നിൽ എന്ന് ഇവർ രണ്ടുപേരും മത്സരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. ഇത് കേരളത്തിന് ഗുണകരമല്ല. ഇത് കേരളത്തിന് വളരെ അപകടകരമായ ഒരു സ്ഥിതിയിലേക്ക് പോകുന്നു. ഞാൻ പറയുന്നു, ഇവിടെ ഒരു ഭരണഘടനാ സ്തംഭനത്തിലേക്ക് നമ്മുടെ സംസ്ഥാനം പോവുകയാണ്. ഗവർണറുടെ പ്രഷറില്ലാത്ത ഒരു മന്ത്രിസഭയും മന്ത്രിമാരും തുടരുകയും ആ ഗവർണർക്ക് വിവരങ്ങൾ നൽകാനുള്ള ഭരണഘടനാപരമായ കർത്തവ്യങ്ങൾ മുഖ്യമന്ത്രി ചെയ്യാതെയും വരുമ്പോൾ ഇവിടെ ഉണ്ടാകുന്നത് ഒരു ഭരണഘടനാ സ്തംഭനമാണ്. ആ ഭരണഘടനാ സ്തംഭനത്തിലേക്ക് കേരളത്തെ എത്തിച്ചത് മുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ ഈഗോയ്സ് ഒക്കെ ഇന്ന് ഒന്ന് ഈ നഴ്സറി കുട്ടികളെ പോലെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഗവർണർ പുറത്തുനിന്ന് വന്ന ഒരാൾ, സംസ്ഥാനത്തിന്റെ ഭരണത്തിന്റെ തലവൻ. ഇനി ഗവർണർ ഒന്ന് അഭിവാദ്യം ചെയ്തില്ല എങ്കിലും കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് അങ്ങോട്ടൊന്ന് അഭിവാദ്യം ചെയ്തതിന് ശേഷം ഇയാൾ അഭിവാദ്യം ചെയ്യുന്നില്ല എങ്കിൽ അങ്ങ് മാറിപ്പോയാൽ മതിയായിരുന്നു. ദൃശ്യങ്ങൾ കണ്ടു കാണുമല്ലോ. സാധാരണയായിട്ട് മുഖ്യമന്ത്രിയാണ് കൂടുതലായിട്ട് കടുപ്പത്തിൽ ഇരിക്കാറുള്ളത്. പക്ഷേ ഇന്ന് ഗവർണർ വന്നപ്പോൾ മുതൽ തന്നെ അദ്ദേഹം ആ ഒരു പെരുമാറ്റമായിരുന്നുവല്ലോ. മുഖ്യമന്ത്രി ചില സമയത്ത് ഗവർണർക്ക് നേരെ നോക്കുവാനുള്ള ഒരു ശ്രമം നടത്തിയിരുന്നു. അങ്ങനെയാണ് എനിക്ക് ആ ദൃശ്യങ്ങൾ കണ്ടപ്പോൾ മനസ്സിലായത്. പക്ഷേ രണ്ടുപേരും പരസ്പരം മിണ്ടാൻ തയ്യാറായിരുന്നില്ല. ഞാൻ പറയുന്നത് മഞ്ജുഷേ, നിങ്ങൾ അറിയേണ്ടത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വലിയ 4 പ്രാവശ്യം യുദ്ധം നടന്നിട്ടുണ്ട്. ഈ യുദ്ധം നടന്നതിന് ശേഷവും ലോകരാഷ്ട്രങ്ങളിൽ 2 പ്രധാനമന്ത്രിമാർ പങ്കെടുക്കുമ്പോൾ ഒരിക്കൽ വാജ്പേയി 99 യുദ്ധത്തിന് ശേഷം പർവേസ് മുഷറഫുമായിട്ട് എനിക്ക് തോന്നുന്നത് ജർമ്മനിയിലോ മറ്റോ നടന്ന ഒരു സമ്മേളനത്തിൽ പർവേസ് മുഷറഫ് എന്താ പറഞ്ഞേ വാജ്പേയിയെ കണ്ടു കഴിഞ്ഞപ്പോ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഒരു കുറ്റബോധം കൊണ്ടായിരിക്കും ആ യുദ്ധത്തിലുണ്ടായത്. അപ്പം വാജ്പേയി അങ്ങോട്ട് ചെന്ന് അദ്ദേഹത്തെ അഭിവാദ്യം ചെയ്തു എന്ന് അന്നത്തെ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്ത് അത് ഒരു വലിയ മനസ്സിന്റെ ഉടമയല്ലേ, ഒരു മനസ്സിന്റെ അല്ലേ, അത് അങ്ങനെയല്ലേ നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ 2 ശത്രു രാഷ്ട്രങ്ങൾ തമ്മിലാണ്. നമ്മളുമായിട്ട് 99 യുദ്ധം കഴിഞ്ഞതിന് ശേഷം വളരെ അടുത്ത കാലത്ത് അവർ തമ്മിൽ പർവേസ് മുഷറഫും വാജ്പേയിയും തമ്മിൽ കൂട്ടിമുട്ടിയപ്പോൾ മുഷറഫ് മാറിപ്പോകുമ്പോൾ പോലും ഇദ്ദേഹം അഭിവാദ്യം ചെയ്ത് അത് ലോക മാധ്യമങ്ങൾ അദ്ദേഹത്തെ ആ കാര്യത്തിൽ പുകഴ്ത്തുകയാണ് ചെയ്തത്, അദ്ദേഹത്തെ ഇകഴ്ത്തുകയല്ല ചെയ്ത്. അത് വാജ്പേയിയെ പോലെ ഒരാളുടെ ഒരു വലിയ മനസ്സിനെയാണ്. ഇവിടെ കേരളത്തിന്റെ ഈ മന്ത്രിസഭയുടെ തലവനായിട്ടിരിക്കുന്ന മുഖ്യമന്ത്രി ആ മന്ത്രിസഭയ്ക്ക് സത്യപ്രതിജ്ഞ ചെയ്യാനും അതിന് അനുമതി കൊടുക്കുന്ന ആ ഗവർണറെ കാണുമ്പോൾ എന്തിനാ ഇത്രയും മസിൽ പിടിച്ച് ഇദ്ദേഹം ഇരിക്കുന്നത്? ഇദ്ദേഹത്തിന് ഒന്നൊരൽപ്പം ചാഞ്ഞുകൊണ്ട് ഒന്ന് അഭിവാദ്യം ചെയ്ത് ഇനി അഭിവാദ്യം തിരിച്ചു ചെയ്യുന്നില്ല എങ്കിൽ ഗീവ് റെസ്പെക്ട് ആൻഡ് ഗെറ്റ് റെസ്പെക്ട് എന്നാണല്ലോ പറയുന്നത്. ആ ഗീവ് റെസ്പെക്ട് എന്നുള്ള 50% ചെയ്യുവാൻ എന്തുകൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി കഴിഞ്ഞില്ല എന്നുള്ള വളരെ പ്രകടമായ പ്രസക്തമായ ഒരു ചോദ്യമാണ് മഞ്ജുഷ ഇവിടെ നിൽക്കുന്നത്. ഞങ്ങൾ ഈ 2 കൂട്ടരും ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ജനാധിപത്യ വിരുദ്ധ ഭരണഘടനാ വിരുദ്ധം അതിനേക്കാളൊക്കെ ഉപരിയായി
നമ്മുടെ സാമൂഹ്യ നീതിക്ക് നിരക്കാത്ത രീതിയിൽ ഒരു മനുഷ്യനെ കണ്ടു കഴിയുമ്പോൾ അവനെ ഒന്ന് അഭിവാദ്യം ചെയ്യുക. അവൻ ശത്രുവായിക്കൊള്ളട്ടെ ആരുമായിക്കൊള്ളട്ടെ. യുദ്ധം നടക്കുന്ന ഘട്ടങ്ങളിൽ പോലും ശത്രു രാജ്യങ്ങളിലെ മേജർമാരും ജനറൽമാരും ഒക്കെ പോയി അവരങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അഭിവാദ്യം ചെയ്യാറുണ്ട്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഏത് പ്രതിസന്ധി നിൽക്കുമ്പോഴും സേനാപതി വേണു പറഞ്ഞ കാര്യങ്ങൾ വളരെ ശരിയാണ്. കാരണം ഇതിനെ ലജ്ജാകരം എന്ന് മാത്രമേ പറയാൻ കഴിയുള്ളൂ. നാണക്കേട് കൊണ്ട് തലതാണ് പോകുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിരിക്കുന്നത് കേരളത്തിൽ. കാരണം ഇത്രയും ഉയർന്ന ഭരണഘടനാ പദവികൾ വഹിക്കുന്ന ആളുകൾ നേർക്കുനേർ മിണ്ടാതെ മുഖം കൊടുക്കാതെ മടങ്ങുന്നു എന്ന് പറയുമ്പോൾ ഇന്ന് ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ട ഒരു ദൃശ്യം കൂടിയാണല്ലോ രാജ്ഭവനിലെ സത്യപ്രതിജ്ഞാ ചടങ്ങ്. അതിലാണ് മുഖ്യമന്ത്രിയുടെയും ഗവർണറുടെയും ഈ പ്രകടനം.